നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മുടെ ഇന്നത്തെ വിഷയം കടം സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മളെങ്ങനെ ജ്യോതിശാസ്ത്രത്തിലൂടെ കടം വരുന്ന ജാതകങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം, അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, അതിനെ മറികടക്കാനായിട്ട് നമുക്കിവിടെ സാമാന്യമാകുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എനിക്കതിന് മുമ്പ് പറയാനായിട്ടുള്ളത്, ഒരുപാട് ആളുകൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ഒരുപാട് തിരക്കാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാണ്ട് വരാം. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സമയം പോലെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓഫീസിൽ ഒരുപാട് കോൾസാണ് വരുന്നത്. അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് കോൾസുകളൊക്കെയും വരുന്നുണ്ട്. അപ്പോൾ അത് കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. സാഹചര്യം അങ്ങനെ ആകുന്നത് കൊണ്ട്, പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവരും സദയം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കടത്തെ പറ്റിയാണ്. അപ്പം കാലചക്രപ്പടി എടുക്കുമ്പോൾ കടം എന്ന് പറയുന്ന സ്ഥാനം നമ്മുടെ 6ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. കടം മാത്രമല്ല, കടം, രോഗം, ശത്രു, ഈ 3 വിഷയങ്ങളും നമ്മുടെ ലഗ്നത്തിൻ്റെ 6ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ കാലചക്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കാലചക്രത്തിൻ്റെ 1ാം ഭാവം മേടം രാശിയാണ്. അപ്പോൾ കാലചക്രത്തിൻ്റെ 1ാം ഭാവമായ മേടം രാശി മുതൽ എണ്ണുമ്പോൾ 6ാമത്തെ സ്ഥാനം കന്നി രാശിക്ക് വരും. അപ്പം നമ്മുടെ കടം സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുക? 6ാം ഭാവത്തിൽ. 6ാം ഭാവാധിപൻ പോയി നിന്ന നക്ഷത്രം, ഇത് വളരെ പ്രാധാന്യമാണ്. പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ധനം എന്ന് പറയുന്നത് 3 ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർക്കാകുന്നത്. 1 വ്യാഴം, 2 ശുക്രൻ, 3 ചന്ദ്രൻ. ഈ 3 ഗ്രഹങ്ങളും പണത്തിൻ്റെ സോഴ്സ് അടങ്ങിയിരിക്കുന്നു. ധനത്തിൻ്റെ സ്ഥാനം 2ാം ഭാവം. അപ്പോൾ 2ാം ഭാവം ധനത്തിനെ കുറിക്കുന്ന സ്ഥാനമാണ്. 2ാം സ്ഥാനം മാത്രമല്ല ധനത്തെ കുറിക്കുന്നത്. പണപരസ്ഥാനങ്ങൾ 2, 5, 8, 11 ഈ സ്ഥാനങ്ങളിലൊക്കെയും ധനത്തിൻ്റെ സോഴ്സ് അടങ്ങിയിരിപ്പുണ്ട്. സാമാന്യേന നമ്മൾ 2ാം ഭാവം ധനസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഗുരുവിൻ്റെ സ്ഥാനം, ശുക്രൻ്റെ സ്ഥാനം, ചന്ദ്രൻ്റെ സ്ഥാനം, ഈ സ്ഥാനങ്ങൾ ആർക്കൊക്കെ 6ാം ഭാവമായിട്ട് വരുന്നുണ്ടോ ആ ലഗ്നക്കാരൊക്കെ തന്നെയും ഈ ജന്മത്തിൽ കടം കൊണ്ട് പ്രശ്നം അനുഭവിക്കും. കുറച്ച് ബുദ്ധിമുട്ട് അവർ കടന്ന് പോകേണ്ട സിറ്റുവേഷൻസ് അവർക്ക് വരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഞാൻ ഈ പറയുന്ന ലഗ്നത്തിലാണ് നിങ്ങൾ പിറന്നത് എങ്കിൽ നിങ്ങൾ കടം വാങ്ങിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ
വ്യാഴത്തിൻ്റെ രാശികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. വ്യാഴത്തിൻ്റെ രാശികളാണ് ധനുസ്, മീനം. അപ്പോൾ ധനുരാശി 6-ാം ഭാവമായി വരണം എങ്കിൽ ഏത് ലഗ്നത്തിലായിരിക്കണം പിറക്കുക? കർക്കിടക ലഗ്നത്തിൽ പിറക്കണം. കർക്കിടക ലഗ്നത്തിൽ പിറക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായിട്ടും കടം സംബന്ധിച്ച ഒരു പ്രശ്നം അവർക്ക് ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. 2, വ്യാഴത്തിൻ്റെ രാശി മീനം രാശി. അപ്പോൾ മീനം രാശി 6-ാം ഭാവമായി വരണം എന്നുണ്ടെങ്കിൽ ഏത് ലഗ്നമായിരിക്കണം വരിക? തുലാം രാശി. അപ്പോൾ തുലാ ലഗ്നത്തിലാണ് നിങ്ങൾ പിറക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾ കടം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ കാരണമാകും. രണ്ടാമത് ശുക്രൻ്റെ. അപ്പോൾ ശുക്രൻ്റെ രാശികൾ ഏതൊക്കെയാണ്? ഇടവം രാശി, തുലാം രാശി. അപ്പോൾ ഇടവം രാശി 6-ാം ഭാവമായി വരണം എന്നുണ്ടെങ്കിൽ ഏത് ലഗ്നത്തിൽ പിറക്കണം? ധനു ലഗ്നത്തിൽ പിറക്കണം. അപ്പം ധനുസ്സു ലഗ്നത്തിൽ പിറക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അവർക്ക് പണം സംബന്ധിച്ച പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാഹചര്യങ്ങളുണ്ടാവും. രണ്ടാമത് തുലാം രാശി. അപ്പോൾ തുലാം രാശി 6-ാം ഭാവമായി വരണം എന്നുണ്ടെങ്കിൽ ഏത് ലഗ്നത്തിലായിരിക്കണം പിറക്കേണ്ടത്? ഇടവം രാശി. അപ്പോൾ ഇടവം രാശി ലഗ്നമായി ജനിച്ചിരിക്കുന്ന ആൾക്കാർക്കും എന്തു പറ്റും? കടം സംബന്ധിച്ച പ്രശ്നങ്ങൾ, കടം വാങ്ങിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വരും. മൂന്നാമത് ചന്ദ്രൻ. ഇപ്പോൾ ചന്ദ്രൻ്റെ രാശി ഏതാണ്? കർക്കിടകൻ രാശി. അപ്പോൾ കർക്കിടകൻ രാശി 6-ാം ഭാവമായി വരണം എന്നുണ്ടെങ്കിൽ ഏത് ലഗ്നത്തിലായിരിക്കണം പിറക്കേണ്ടത്? കുംഭം ലഗ്നത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ലഗ്നങ്ങളിലേക്കാണ് ഒരാത്മാവ് പിറക്കുന്നത് എങ്കിൽ അവർക്ക് ഇവിടെ കടം സംബന്ധിച്ച ഒരു പ്രശ്നം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ? നമ്മൾ അങ്ങനെയുള്ള ഉദ്യമങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പം ഞാൻ അത്തരത്തിൽ കടം സംബന്ധിച്ച ചില കാര്യങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടാൽ എനിക്കിതൊരു ദോഷമായി തീരാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ ഒരു വിഷയത്തിൽ നിന്നും വഴി മാറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ലഗ്നക്കാർ കഴിവതും കടം വാങ്ങി വീട് പണിയാൻ അല്ലെ കടം വാങ്ങിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ഒന്നും കഴിവതും ശ്രമിക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കടം വന്നുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അപ്പം സാമാന്യന എന്താ, വേറെ ആരെങ്കിലും കുറച്ച് പൈസ കൊണ്ട് തന്നിട്ട് ഇത് വേറൊരാൾക്ക് കൊടുക്കാം, അങ്ങനെ ചിന്തിക്കുക. അതും കടം തന്നെയാണ്. അത് പ്രപഞ്ചം നമുക്ക് ഫേവറബിളായിട്ട് വന്നിട്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് പ്രപഞ്ചം ഇത് പരിഹരിക്കാൻ വേണ്ടി ഏത് രീതിയിൽ നമ്മളെ സഹായിക്കാനായിട്ട് കാരണമാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. കാലചക്രപ്പടി എടുക്കുമ്പോൾ കാലചക്രത്തിൻ്റെ കടം എന്ന് പറയുന്നത് കന്നിരാശിയിലാണ്, 6-ാം ഭാവത്തിൽ. അപ്പോൾ 6-ാം ഭാവം കന്നിരാശിയായി വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? അപ്പോൾ ഈ കാലചക്രത്തിൻ്റെ 6-ാം ഭാവത്തിലാണ്
ധനകാരകനായ ശുക്രൻ നീചമാകുന്നത്. ശുക്രൻ കാലചക്രത്തിൻ്റെ എത്രാം ഭാവാധിപനാണ്? 2-ാം ഭാവാധിപനാണ്. അപ്പം ധനഭാവാധിപനായ ശുക്രന് ഒരു കാരണവുമില്ലാതെ കന്നിരാശിയിൽ നീചം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കാലചക്രത്തിൻ്റെ കന്നിരാശി 6 എന്ന് പറയുന്ന സ്ഥാനം കടത്തിൻ്റെ സ്ഥാനമായി വന്നു? കാലചക്രത്തിൻ്റെ 2-ാം ഭാവാധിപനായ ധനകാരകനായ ശുക്രന് നീചമാകുന്ന സ്ഥാനമാണ് കന്നിരാശി. ഇതാണ് 6-ാം ഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. മറ്റൊന്ന്, 6-ാം ഭാവാധിപനായ ഗ്രഹമാരാണ്? അതായത് കടത്തിൻ്റെ നാഥനാരാണ്? ബുധൻ. ആ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഏത് ഭാവത്തിലാണ് പോയി നീചമാകുക? മീനം രാശിയിൽ. മീനം രാശി ആരുടെ രാശിയാണ്? ഗുരുവിൻ്റെ രാശി. ഗുരുവെന്ന് പറയുന്ന ഗ്രഹം ആരാണ്? കോടീശ്വരൻ, അതും ധനം. അപ്പോൾ 6ഉം കാലചക്രത്തിൻ്റെ 12-ാം ഭാവമായ മീനം രാശിയും തമ്മിൽ കാലചക്രത്തിൻ്റെ ധനസ്ഥാനമായ ശുക്രനും കോടീശ്വരനായ ഗുരുവും തമ്മിൽ ദോഷകർമ്മങ്ങൾ ഉണ്ടായേണ്ട നിയമങ്ങൾ മനസ്സിലായപ്പോൾ. അപ്പോൾ അതാണ് 6-ൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മതത്വം. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നിവർത്തി ചെയ്യാം? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു സ്ഥാനമാണോ ആ സ്ഥാനത്തിൻ്റെ 7-ാമത്തെ രാശിയാണ് ഓഫ് ചെയ്യുന്ന സ്വിച്ച്. ഒരു സാധനം ആക്ടിവേറ്റായി, ഒരു ബൾബ് കത്തി, 6-ാം ഇടത്ത് കത്തി, കടം കത്തി, അതിനെ ഓഫാക്കണ്ടേ? അതെവിടെ പോകണം? അസ്തം, നിവർത്തി. അതിന് നിവർത്തി സ്ഥാനം ഏതാണ്? 7-ാം ഭാവമാണ് നിവർത്തി സ്ഥാനം. അത് അസ്ട്രോളജി അറിയാവുന്നവർക്കറിയാം, 7-ാം ഭാവം നിവർത്തി സ്ഥാനമാണ്. അപ്പോൾ ഏതൊരു പ്രശ്നമുണ്ടോ ആ സ്ഥാനത്തിൻ്റെ 7-ാം ഭാവത്തിലാണ് നിവർത്തി. അപ്പം കടം 6-ാം ഭാവമാകുമ്പോൾ കടത്തെ നിവർത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകേണ്ടത്? അതിൻ്റെ 7-ാം ഭാവമായ മീനം രാശിയിലേക്ക് പോകണം. അപ്പം ആ മീനം രാശിയിലേക്ക് പോയി ആ നാഥനെ, മീനം രാശിയുടെ നാഥൻ ആരാണ്? വ്യാഴം. ആ വ്യാഴത്തെ നമ്മൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? വ്യാഴാഴ്ച ദിവസങ്ങളിൽ കടനിവർത്തിക്കായി വ്രതം എടുക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യണം. മീനൂട്ടുന്ന ക്ഷേത്രങ്ങൾ, ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം മീനൂട്ടുന്ന ക്ഷേത്രങ്ങളിൽ പോയി മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ, മീനൂട്ടിയാൽ കടത്തിൽ നിന്നും റിലീസ് കിട്ടാൻ സഹായകരമാണ്. ഇപ്പം മീനൂട്ടുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് എനിക്കറിയില്ല, അത് നമ്മൾ അന്വേഷിക്കണം. ഒരുപാട് ക്ഷേത്രങ്ങൾ അങ്ങനെയുണ്ട്, മീനൂട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം പോയി മീനൂട്ട് നടത്തിയാൽ, മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ കടനിവർത്തിക്കായിട്ടൊരു പരിഹാരം പ്രപഞ്ചം ചെയ്യും. മീനം രാശിയിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനം രാശിമണ്ഡലത്തിൽ ഉത്രട്ടാതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഉത്രട്ടാതി നക്ഷത്രം കർമ്മ നക്ഷത്രമാണ്. കർമ്മകാരകൻ ശനി ഭഗവാനാണ്. അപ്പോൾ നമ്മുടെ കർമ്മദോഷങ്ങൾ മാറണമെങ്കിൽ ഉത്രട്ടാതി നക്ഷത്ര ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഏതെങ്കിലും സാധുക്കൾക്ക് ചെരുപ്പ് ദാനം ചെയ്യുകയും ചെയ്തു കൊണ്ടാൽ കടനിവർത്തിക്ക് പ്രപഞ്ചം സഹായകരമായി വരും. ഇത് നമ്മൾ ചെയ്തു കൊണ്ടാൽ കടം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ നിറവേറും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാം അടുത്ത വീഡിയോയിൽ. ഒരുപാട് ലെങ്തായി പോയിട്ടുണ്ട്. വീണ്ടും വരാം. നന്ദി, നമസ്കാരം.